ആണ്ടവർ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു ദിവസം കൂടെ നൽകിയിരിക്കെ നമ്മൾ ഇന്ന് എപ്പിസോഡ് 76 നമ്മൾ വാസിക്കാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അതിലെ എഫെസ്യ ലേഖനം 6:20 നമ്മൾ നേരത്തെ വാസിച്ചാച്ച് നമ്മൾ 20 കൊഞ്ചം പോയിട്ട് നമ്മൾ 21 നമ്മൾ വാസിച്ചിടാം. ஆண்டவர் என்ன சொல்லுது நமக்கு இங்கே பார்க்கலாம். 6:20 என்ன சொல்லுது? 20 சொல்லுது, ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിപ്പേൻ. ഇங்கே அப்போஸ்தலனாയ பவுலோஸ் பெரியவனாയ அப்போஸ்தலனாയ பவுலோஸ் ஆண்டவருடைய பெரிய சிஷ்யனாയ அப்போஸ்தலனாയ பவுல் என்ன சொல்லுது? പൗലോസ് சொல்லுது, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ, എനിക്ക് വേണ്ടി ജപിപ്പേൻ. എന്തിനു വേണ്ടി ജപിപ്പേൻ? ഞാൻ നിങ്ങളോട് സത്യം നിങ്ങളോട് ചൊല്ലുവാൻ വേണ്ടി. അതായത് എൻ്റെ പർപ്പസ് എന്നാന്ന് ചൊല്ലിയാൽ ഞാൻ എൻ്റെ വാ തുറക്കുമ്പോൾ, ഞാൻ ആണ്ടോടെ വചനം ചൊല്ലുമ്പോൾ എന്നെ വരണം, ആണ്ടോടെ വചനം തന്നെ വരണം. അതിൽ തപ്പ് വരാതെ ആണ്ടവരുടെ വചനം താൻ എനിക്ക് പഠിപ്പിക്കണം. അത് ശരിയായി വരത്തക്കോണം നിങ്ങൾ എന്നെ പഠനം, നിങ്ങൾ എനിക്ക് വേണ്ടി ജപിക്കണം. അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്നാ ചെയ്യണം? നിങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ മറ്റും താൻ എനിക്ക് ശരിയായ വചനം ചൊല്ലു. ഇംഗ്ലീഷിൽ എന്നാ ചൊല്ലു? നമുക്കൊന്ന് നോക്കാം. 20 for which I am the ambassador in bonds. இங்கே சொல்லுற கொஞ்சம் டிஃப்ரென்ஸ் தான். அவன் சொல்லுது, ഞാൻ ആണ്ടവരുടെ അംബാസഡർ താൻ. അംബാസഡർ എന്ന് പറഞ്ഞാൽ പെരിയ ഉദ്യോഗസ്ഥൻ താൻ. അതായത് ഞാൻ ആണ്ടവരുടെ രാജ്യത്തെ പറ്റി ചൊല്ലുന്നവൻ താൻ. അതായത് എൻ്റെ പർപ്പസ് എന്നെ ചൊല്ലിയാൽ എൻ്റെ ആണ്ടവരുടെ രാജ്യത്തെ പറ്റി പേശുക. ഞാൻ അംബാസിഡർ താൻ. തമിഴിൽ എന്നെ சொல்லுது, അംബാസിഡർക്ക് എന്നെ சொல்லுது എനിക്ക് தெரியாது. അതുകൊണ്ട് ഞാൻ அது என்ன எப்படி அம்பாசிடர் ஆகி இன் போன்ஸ், அதாவது ഞാൻ കെട്ടപ്പെട്ട അംബാസിഡർ. അതായത് ആണ്ടവർ എന്നെ കെട്ടി വെച്ചിരിക്കേ. എന്തിന്? ആണ്ടവരുടെ വചനം ചൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ആണ്ടവരുടെ രാജ്യത്തെ പറ്റി ചൊല്ലാൻ വേണ്ടി, പേശാൻ വേണ്ടി ആണ്ടവർ എന്നെ കെട്ടി വെച്ചിരിക്കേ. അതായത് ഞാൻ നിർബന്ധമായിട്ട് ഞാൻ ആണ്ടവരുടെ വചനം ചൊല്ലണം എന്ന് ചൊല്ലിയിരിക്കുക. അത് മാത്രമല്ല, then I may speak boldly as I ought to speak. ഞാൻ ചൊല്ലുമ്പോൾ അത് ഞാൻ ധൈര്യമായിട്ട് ചൊല്ലുന്ന മാതിരി. അതായത് ഞാൻ പേശുമ്പോൾ സത്യവചനം തന്നെ ചൊല്ലാൻ വേണ്ടി. അതായത് ആണ്ടവരെ പറ്റി പേശുമ്പോൾ ആണ്ടവരുടെ ചിത്തമായ രീതിയിൽ തന്നെ ചൊല്ലാൻ വേണ്ടി. അതായത് ധൈര്യത്തോടെ, അല്ലെങ്കിൽ ആണ്ടവർക്ക് ചിത്തമായിരിക്കുന്ന രീതിയിൽ താൻ പേശാൻ വേണ്ടി താൻ ഞാൻ എന്നായിരിക്കെ? ഞാൻ അംബാസിഡർ ആയിരിക്കും. അതായത് ആണ്ടവരുടെ വേലക്കാരനായിരിക്കെ, അല്ലെങ്കിൽ ആണ്ടവരുടെ രാജ്യത്തെപ്പറ്റി ചൊല്ലുവാൻ വേണ്ടി എന്നെ ആക്കി വെച്ചിരിക്കും. ഞാൻ പെരിയ ഉദ്യോഗസ്ഥൻ താൻ, ഞാൻ പെരിയവൻ താൻ. പെരിയവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്ടവരുടെ വേല ചെയ്യാൻ വേണ്ടി എന്നെ ആക്കി വെച്ചിരിക്കുക. അതായത് അംബാസിഡർ എന്ന് ചൊല്ലിയാൽ അവൻ താൻ റിപ്രസെൻറ്റേറ്റീവ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർ എന്ന് ചൊല്ലിയാൽ അവൻ താൻ ആ രാജ്യത്തെ റിപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ഏത് രാജ്യത്തിലും വസിക്കുന്നു ആ രാജ്യത്തെപ്പറ്റി ചൊല്ലുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ അംബാസിഡർ അമേരിക്കയിൽ പോയി എന്ന് വിചാരിച്ചാച്ച് അവൻ അങ്ങ് പോയി കഴിഞ്ഞാൽ അവൻ അവിടുത്തെ കാര്യമൊന്നും പാക്കാതെ അവൻ എന്നെ പാക്കുന്നത്, അവൻ ഇന്ത്യയെ പറ്റി ചൊല്ലിടും. എൻ്റെ ഇന്ത്യ இப்படியா അത് ഇന്ന റൂൾ ഇരിക്കേ, ഇന്ന കാര്യങ്ങൾ ഇരിക്കേ. അത് മാത്രമല്ല, അവൻ അംബാസഡർ എന്നെ പണ്ണും, അവൻ താൻ വിസ കൊടുക്കും ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി. അതായത് ഇന്ത്യൻ അംബാസിഡർ താൻ വിസ കൊടുക്കുന്ന ഇന്ത്യ വരാൻ. അല്ലെങ്കിൽ അമേരിക്കൻ അംബാസിഡർ ഇന്ത്യ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ആ അംബാസിഡർ താൻ എന്നാ കൊടുക്കുന്നത്? വിസ കൊടുക്കുന്ന അമേരിക്കയിൽ പോകാൻ വേണ്ടി അവൻ താൻ നിശ്ചയിക്കും. അതേപോലെ ആണ്ടോ എന്നെ അംബാസഡറാക്കി വെച്ചിരിക്കുക. എൻ്റെ വേല എന്നാ തീരുമാ? നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് അണുപ്പാൻ വേണ്ടി താൻ എന്നെ അംബാസഡറാക്കി വെച്ചിരിക്കും. ഞാൻ മുന്നാടി ഞാൻ എന്നാ ചെയ്യണം? ഞാൻ ആണ്ടവരെ പറ്റി ചൊല്ലണം. അതായത് സ്വർഗരാജ്യത്തെ പറ്റി എനിക്ക് നല്ലപോലെ തിരിയണം. അതായത് നല്ലപോലെ തിരിഞ്ഞ് അതിനെപ്പറ്റി ഞാൻ നല്ലപോലെ ചൊല്ലുമ്പോൾ താൻ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടം തോന്നും.
അത് ഇഷ്ടം തോന്നണമെങ്കിൽ എന്ത് വേണം? സ്വർഗരാജ്യത്തെ പറ്റി നിർത്തിയണം. അതേപോലെ അതായത് ഈ ഒരു അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്നാ ചൊല്ലും? അമേരിക്കയെ പറ്റി ചൊല്ലും. അമേരിക്കയിൽ എന്നാ ഇരിക്കെ, എന്തൊക്കെ ഇരിക്കെ, അത് മാത്രമല്ല അങ്ങ് വേല ഇരിക്കെ, മറ്റേതിരിക്കെ, മറിച്ചിരിക്കെ, എല്ലാ കാര്യങ്ങളും ചൊല്ലിടും. അത് അവൻ്റെ വേല. അവൻ താൻ വീസ കൊടുക്കുന്ന, അവൻ വീസ തരാതെ നിനക്ക് അമേരിക്കയിലേക്ക് പോവുകയേ മുടിയാതെ. അതേപോലെ ഇന്ത്യൻ അംബാസിഡർ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ അവൻ വീസ കൊടുക്കാതെ ഇന്ത്യയിൽ വരുവേ മുടിയാതെ. അതായത് എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നാ പറഞ്ഞാൽ നീ അംബാസിഡറെ பார்த்து അവൻ്റെ പെർമിഷൻ നിനക്ക് கிடைக்கணும். അതേപോലെ ഞാൻ അംബാസിഡറാണ്. എങ്കിൽ അപ്പോസ്തലൻ പൗലോസ് എന്നാ சொல்லுது? പൗൽ சொல்லுതാണ് ഞാൻ അംബാസിഡർ എന്ന് ചൊല്ലിയാൽ സ്വർഗരാജ്യത്തിലേക്ക് പോകേണ്ടുന്ന വഴി എന്നിൽ കൂടെ മട്ടും ഞാൻ തന്നെ നിങ്ങൾക്ക് വഴി കാണിച്ചിടും. ഞാൻ എൻ്റെ സ്വർഗരാജ്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പേശിയിടും, നിങ്ങളോട് ചൊല്ലിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീസ തരും. അത് എപ്പടി വീസ? ആ വീസ താൻ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. അതായത് നീ പൂർണ്ണമായി വിശ്വസിക്കുക, എൻ്റെ ആണ്ടവരായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിത്താറെ എന്ന് വിശ്വസിച്ച നീ അവൻ്റെ മുമ്പിൽ മുമ്പിൽ വീഴുമ്പോൾ, അല്ലെങ്കിൽ നീ അവന് കൊടുക്കുമ്പോൾ നിനക്ക് അതായത് നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വീസ അവൻ തന്നിടും. നമുക്ക് 21-ാം വാക്യം കൂടെ നമുക്കൊന്ന് വാസിച്ചിടാം. 21-ാം വാക്യത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷനുമായ തീക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. ഇങ്ങനെ சொல்லுது, ഞാൻ എപ്പടി ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തിരിയണം. இப்போ எப்படி இருக்குது? பவுலோஸ் ஆல்ரெடி சொல்லுது, ഞാൻ കെട്ടപ്പെട്ടവനാ. അതായത് ഞാൻ ജയിലിൽ വാസം പണുവാ. എന്തിനു ജയിൽ വാസം പണുവാ? ആണ്ടവരെ പറ്റി ചൊല്ലുന്ന കാരണത്താൽ ഞാൻ ജയിൽ വാസം പണുവാ. അതിനെപ്പറ്റി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ തിയോഫിലോസിനോട് കേട്ട് കഴിഞ്ഞാൽ അവൻ നിന്നോട് ചൊല്ലും എന്ന് ചൊല്ലിയാൽ നീ ആണ്ടവരുടെ രാജ്യത്തെ പറ്റി ചൊല്ലുമ്പോൾ നിനക്ക് എന്നെ പറ്റും. ചിലപ്പോൾ നിനക്ക് കെട്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ നിനക്ക് പ്രോബ്ലം വന്നിടും. ഞാൻ ചൊല്ലിയ രണ്ട് അംബാസഡർ പറ്റി ചൊല്ലിയ ഇന്ത്യൻ അംബാസഡർ ഇരിക്കെ, അമേരിക്കൻ അംബാസഡർ ഇരിക്കെ, ഇന്ത്യൻ അംബാസഡർ എടുത്ത് നീ ചൊല്ലുമ്പോൾ നീ ചൊല്ലുക അമേരിക്കയെ പറ്റി ചൊല്ലുവേ, ഇന്ത്യയെ പറ്റി ഇന്ത്യൻ അംബാസഡർ ആണെങ്കിൽ ഇന്ത്യയെ പറ്റി ചൊല്ലിടും. അന്നേരം നീ അമേരിക്കയെ പറ്റി നീ പൊളി ചൊല്ലാൻ പാടില്ല. നീ പൊളി ചൊല്ലിയാൽ നീ എന്നെ പറ്റും, നീ എൻ്റെ അതേ മാതിരി ഇங்கே പൗലോസ് என்ன பண்ணுவா? ஆண்டோட ராஜ்யத்தை பற்றி சொல்லுவா. ஆண்டோட ராஜ்யத்தை பற்றி சொல்லும்போது, சொர்க்கத்தை பற்றி சொல்லும்போது நீ நரகத்தை பற்றி நீ சொல்லிடும். அது நரகத்தில் என்ன கிடைக்குது நீ சொல்லணும். அதாவது சொர்க்கத்தில் எனக்கு என்ன கிடைக்குன்னா அதே மாதிரி தான் நரகத்திலும் என்ன இருக்குன்னு சொல்லணும். അപ്പോൾ താൻ ആൾക്ക് തിരിയും ഞാൻ പോകണമോ വേണ്ടായോ, ഞാൻ ആ രാജ്യത്തിൽ പോകണമോ, ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്നാ கிடைക്കും എന്ന് നിനക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്നാ തിരിയണം? ഇത് രണ്ടും പ്ലസും മൈനസും തിരിയണം. ഇങ്ങ അപ്പോസ്തലൻ എപ്പോഴും சொல்லுது, ഞാൻ കെട്ടപ്പെട്ടവനാ. ഞാൻ ആണ്ടവരുടെ വചനം ചൊല്ലുമ്പോൾ അത് മൂലം ഞാനിപ്പോൾ കെട്ടപ്പെട്ടവനായി. അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചിടും. ഞാൻ ആണ്ടവരുടെ വചനം ധൈര്യത്തോടെ ചൊല്ലുവാൻ വേണ്ടി. ഈ ലോകത്തിലെ കാര്യം നിങ്ങൾക്ക് തിരിയും. ഈ ലോകത്തിലെ നമ്മളെല്ലാം എங்கே പോകുക? നമ്മളെല്ലാം പാപികൾ താൻ. എല്ലാവരും എங்கே പോവുക? ഒരേ ഒരു വഴിയായിരിക്കും. ആ വഴി എങ്ങോട്ട്? വിശാലമായ വഴി, അത് പെരിയ വഴി. അങ്ങ് കൂട്ടമായി ആൾക്കാർ പൊയ്ക്കൊണ്ടേയിരിക്കും. ആ വഴിയിൽ നീ പോവുക എന്നുണ്ടെങ്കിൽ നീ എங்கே പോയി നീ ചേർന്നിടും? നരകത്തിൽ താൻ നീ പോയി ചെന്ന് കയറിടും. അത് സാത്താൻ്റെ വഴി. ആ വഴിയിൽ കൂടെ നീ പോയി കഴിഞ്ഞാൽ, പിശാചിൻ്റെ വഴിയിൽ കൂടെ നീ പോയി കഴിഞ്ഞാൽ എങ്കിൽ പോയി നരകത്തിൽ ചെന്നിടും. അപ്പോൾ നീ ഇപ്പോൾ ചൊല്ലുകയാണ്, നീ സ്വർഗത്തിൻ്റെ വഴി നീ ചൊല്ലുകയാണ്. അതായത് സ്വർഗത്തിലെ വഴി എപ്പോഴും ഇരിക്കുക? സ്വർഗത്തിലെ വഴി മാത്രമല്ല, അതിൽ എന്നൊക്കെ ഇരിക്കുക നീ ചൊല്ലുമ്പോൾ നമുക്ക് എന്നാ പറ്റും? സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമുക്ക് ரொம்ப ഇഷ്ടം വന്നിടും.
പക്ഷே അതിന് முன்னாடி நமக்கு நீ ஒரு 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 காரியம் நான் சொல்லிவிடாம். அங்கே வீசா கிடைக்க பெரிய விஷமம். நீ அமெரிக்கன் எம்பசியில் நீ போயிட்டு வீசைக்கு வந்து அப்ளை பண்ணி നോക്ക്. അപ്ലൈ பண்ணுമ്പോൾ എന്നെ പറ്റും தெரியுமா? അവൻ നിൻ്റെ പേപ്പറെല്ലാം ചോദിക്കും, നിൻ്റെ വീസ ചോദിക്കും, നിൻ്റെ പാസ്പോർട്ട് ചോദിക്കും, എല്ലാമേ കേട്ടിട്ട് അവൻ നിശ്ചയിക്കും നിനക്ക് വീസ തരണമോ വേണ്ടായോ ഇല്ലയോ. നമ്മൾ ഫീസ് പണിയാച്ചേ, നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ പറഞ്ഞ സമയത്ത് അപ്പോയിൻമെൻറ്റ് ടൈമിൽ നമ്മൾ അങ്ങ് ചെന്നാച്ചേ, അവൻ അത് കഴിഞ്ഞിട്ട് അംബാസഡർക്ക് മുന്നിൽ നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. അംബാസഡർ നമ്മളെ എല്ലാമേ பார்த்து നോക്കിയിട്ട് അവൻ சொல்லும் നിനക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആര് നിശ്ചയിക്കും? അംബാസഡർ தான் നിശ്ചയിക്കും. അംബാസഡർ എപ്പടി നിശ്ചയിക്കും? അതായത് നിനക്ക് തേവപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഇരിക്കുകയോ ഇല്ലയോ? തേവപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഇരിക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ നിനക്ക് അമേരിക്കയിൽ വീസയെ അവരെ തരാതെ അവർ റിജക്ട് പണിയിടും. നീ എത്ര ടൈമിൽ പോയാലും അവർ റിജക്ട് പണിയിടും. അവർ சொல்லும் നിനക്ക് ഈ പേപ്പർ വേണം, ഈ പേപ്പർ വേണം, ഇന്ന കാരണം വേണം, ഇത് വേണം, അത് വേണം. അത് നമുക്ക് രംഭം. എന്നാൽ ആ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന വീസ വളരെ ഈസിയാണ്. ரொம்ப டஃபே இல்லை. என்னதான் ஆண்டவரோட சத்தியம் எனக்கு தெரியணும். ஆண்டோட சத்தியம் என்னதான்? ആണ്ടോർ മനുഷ്യനെ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ താൻ വന്നാച്ചേ. അവൻ്റെ പർപ്പസ്, ഈ ലോകത്തിൽ വരാനുള്ള പർപ്പസ് എന്നതാ? അല്ലെങ്കിൽ അവൻ്റെ ചിത്രം എന്നതാ? നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ എന്നാ പണണം? ഒരേ ഒരു കണ്ടീഷൻ, ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നീ വിശ്വസിച്ചിടുക. ഒന്നാമത്തെ കാര്യം, നീ പാപിയാണെന്ന് നീ ആണ്ടവരുടെ മുമ്പിൽ ചൊല്ലിടുക. ആണ്ടവരെ ഞാൻ പാപിതാൻ, എൻ്റെ പാപം നീ മன்னிച്ചിട്. ஆண்டவரே നീ சொல்லியாச்சு, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നോട് ഞാൻ ചൊല്ലുവാന്നുണ്ടെങ്കിൽ നീ എൻ്റെ പാപം എല്ലാമേ ഏറ്റെടുത്തിടാം. എങ്ക് വരെയുള്ള പാപം, നീ ജനം മുതൽ മരണം വരെയുള്ള എല്ലാ പാപം, അതായത് സർവ്വ പാപവും ഞാൻ ഏറ്റിടാമെന്ന് ചൊല്ലി അത് ആണ്ടവരോട് ചൊല്ലി നീ ചെല്ലുമ്പോൾ, അത് മാത്രമല്ല നീ വിശ്വസിക്കുന്ന ആണ്ടവർ നിന്റെ പാപം എടുക്കാൻ വേണ്ടി അവൻ റെഡിയാണെന്ന്. അവൻ റെഡിയാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അപ്പടിയാണെന്ന് നമ്മൾ വിശ്വസിച്ച് അവൻ്റെ കയ്യിൽ നമ്മളെ പാപങ്ങളെ കൊടുക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് രക്ഷ കിടച്ചിടും. അതായത് ആണ്ടവൻ നമ്മുടെ പാപത്തിന് വേണ്ടി മരിത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ പോയാച്ച് അവൻ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മൾ വിശ്വാസം നമ്മൾ ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വീസ കിടച്ചിടും. നമ്മൾ സ്വർഗത്തിലെ പോയിടും. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ അത് നിങ്ങളുടെ ഇഷ്ടം. അത് എനിക്കൊന്നുമേ ഇല്ല. ഞാൻ എന്നാ ചൊല്ലാൻ പറ്റും? ഞാൻ ഒരു അംബാസിഡർ താൻ. എനിക്ക് എന്നാ ചൊല്ലാൻ പറ്റും? ഞാൻ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും നിങ്ങൾ ചൊല്ലും. നിങ്ങൾക്ക് தேவைப்படுന്നു നിങ്ങൾക്ക് ചൂസ് பண்ணிடலாம். എന്നാൽ ഇங்கே പൗലോസ് എന്നാ ചൊല്ലുന്നത്? ഞാൻ ആ ശരിയായ സത്യവചനം ചൊല്ലാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചിരണം. അതുമൂലം ഞാൻ നിങ്ങളോട് സത്യവചനം ചൊല്ലി നിങ്ങൾ ആണ്ടോരുടെ സന്നിധിയിൽ ചെല്ലുവാൻ തക്കോണം ദൈവം നിങ്ങൾക്ക് ഇടവരുമാറാട്ടെ. ഞാൻ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് നാളെ പിന്നെ പാക്കലാം. ആണ്ടോടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.